കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഇടിച്ചു വീഴ്ത്തി കാറ് കയറ്റിയിറക്കിയ സംഭവത്തിൽ മരിച്ച സ്കൂട്ടർ യാത്രക്കാരി കുഞ്ഞുമോളും ലഹരിക്ക് അടിമപ്പെട്ട് കാമുകനോടൊപ്പം കാറിൽ യാത്ര ചെയ്ത ശ്രീകുട്ടി എന്ന ഡോക്ടറും കാണിച്ചു തരുന്നത് സ്ത്രീത്വത്തിന്റെ വ്യത്യസ്തങ്ങളായ രണ്ട് മുഖങ്ങളാണ്. അർബുദത്തെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിനിടെ ഏറെ നാളായി തിരുവനന്തപുരം RCCയിലെ ചികിത്സയിൽ അതിജീവനത്തിന്റെ പാതയിലായിരുന്ന കുഞ്ഞുമോളിന്റെ പോരാട്ടമാണ് നിരത്തിലെ ക്രൂരതയിൽ പൊലിഞ്ഞത്. എന്നാൽ 18-ാം വയസ്സിൽ വീട്ടിലെ കുതിരക്കാരനോടൊപ്പം ഒളിച്ചോടി കൈക്കുഞ്ഞുമായി തിരികെ എത്തി MBBS പഠിച്ച ഡോക്ടറായ ശ്രീകുട്ടി കുഞ്ഞുമോൾക്ക് വേണ്ടി കേരളം കരയുമ്പോൾ ശ്രീകുട്ടി രക്ഷപ്പെടരുതെന്ന് കേരളം ചിന്തിക്കുന്നു. FCI ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് നൌഷാദിനോടൊപ്പം വീടിന് സമീപം ചെറിയൊരു കട തുടങ്ങിയിരുന്നു. വീട്ടിൽ പായസം തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകിയെങ്കിലും തികഞ്ഞിരുന്നില്ല. വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു കുഞ്ഞുമോൾ. സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും സഹോദരന്റെ ഭാര്യ സ്കൂട്ടറിൽ വിളിക്കാനും എത്തി. പക്ഷേ ആ യാത്ര വീട്ടിലെത്തിയില്ല. എല്ലാവരോടും സ്നേഹത്തോട് മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമോളിന്റെ മരണം നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സന്ധ്യയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത്. തിരുവോണ ദിനത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിനെ മദ്യലഹരിയിൽ കാറ് കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെയും സുഹൃത്ത് അജ്മലിനെയും ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. വഴിവിട്ട ബന്ധങ്ങളും ലഹരി ഉപയോഗവും നിറഞ്ഞതാണ് അറസ്റ്റിലായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യുവതി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നു. ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് 2 മാസം മുൻപാണ്. ഈ 2 മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് 8 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. പണവും സ്വർണവും അടക്കം 8 ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്നാണ് ശ്രീകുട്ടിയാണ് പോലീസിന് മൊഴി നൽകിയത്. കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെ അജ്മലിന്റെ ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നെയ്യാറ്റിങ്കര തൊഴുക്കലിലുള്ള ശ്രീകുട്ടിയുടെ വീട് പിതാവ് നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശി ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ശ്രീകുട്ടിയുടെ അമ്മ സുരഭി. ഷാജി 2ാമത് വിവാഹം കഴിച്ചതാണ് സുരഭിയെ. തൊഴുക്കലിലെ വീട്ടിൽ ഇപ്പോൾ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ്. ചെറുപ്പം മുതലേ തന്നെ ശ്രീകുട്ടിയുടെ ജീവിതം നല്ല പാതയിലായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 18-ാം വയസ്സിൽ വീട്ടിലെ ഡ്രൈവർക്കൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടിയിരുന്നു. പിതാവ് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനോടൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത്. അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയുമെത്തി. തുടർന്ന് കോയമ്പത്തൂരിൽ പോയി MBBSും പഠിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല. മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല. ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു. 1 വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറുമായത്. അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസവുമാക്കി. ആശുപത്രിയിൽ വെച്ചായിരുന്നു അജ്മലിനെ പരിചയപ്പെട്ടതും. ഇരുവരും മറ്റ് സുഹൃത്തുക്കളെ ശ്രീകുട്ടിയുടെ വാടക വീട്ടിലും ഒത്തുകൂടി. മദ്യസൽക്കാരോ മറ്റ് ലഹരി ഭോഗങ്ങളും പതിവാക്കി. MDMA ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവോണ ദിനത്തിലാണ് ശ്രീകുട്ടിയുടെ പുരുഷ സുഹൃത്ത് അജ്മൽ മദ്യലഹരിയിൽ കാറ് ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ മൈനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തിയത്. കാറിൽ ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു. അതേസമയം വാഹനം മുന്നോട്ടെടുക്കരുതെന്ന് കേണപേക്ഷിച്ചിട്ടും കാറ് കയറ്റി ഇറക്കിയെന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയും പുറത്തു വന്നു. കുഞ്ഞുമോളെ ഇടിച്ച ശേഷം അമിത വേഗത്തിൽ കാറ് മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, സ്വയം രക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ചീറിപ്പാഞ്ഞു പോയത്. മുന്നോട്ട് നീങ്ങവേ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു. കാറിലുണ്ടായിരുന്ന 2 പേരും മദ്യലഹരിയിലുമായിരുന്നു. അമിത വേഗതയിലായിരുന്നു യാത്ര. ഇതിനിടെയാണ് സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളെയും ഫൗസിയെയും ഇന്നലെ വൈകിട്ട് ഇടിച്ചിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിൽ തട്ടിത്തെറിച്ച് കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീണു. കാറ് മുന്നോട്ട് എടുക്കരുത് എന്ന് കണ്ടു നിന്നവരെല്ലാം കേണു പറഞ്ഞിട്ടും കേട്ടില്ല. അപകട സ്ഥലത്ത് നിന്ന് കാറ് ഓടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടറായ ശ്രീകുട്ടിയാണെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞത്. അപകടമുണ്ടാകുന്നതിന് മുൻപ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചാണ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും വന്നത്. കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിന് മുൻപ് ഇറങ്ങിയിരുന്നു. മദ്യലഹരിയിൽ പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓട്ടിച്ചത്.
പലരെയും ഇടിച്ചു തെറിപ്പിച്ച് ഒരു യുവാവിന് ഗുരുതര പരിക്കുമുണ്ട്. 7 കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാറ് നിന്നത്. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഡോക്ടർ ശ്രീകുട്ടിയെ നാട്ടുകാർ പോലീസിന് കൈമാറുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. 2 മാസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ OPയിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ഡോക്ടറുമായുള്ളത്. സംഭവത്തെ തുടർന്ന് ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി പുറത്താക്കി. കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിങ്കര സ്വദേശിനിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയാണ്. അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കും എത്തിയത്. ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത്. പിന്നീട് ഈ ഒരു സൗഹൃദം വളരുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരവും നടക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു വിവരം. തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായാണ് സൂചന. ശ്രീകുട്ടിക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തി. കേസിലെ 2ാം പ്രതിയാണിവർ. കേസ് എടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. കാർ ഓട്ടിച്ചിരുന്ന അജ്മൽ കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര സ്വദേശിയാണ്. ഇയാളെ ശൂരനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പുലർച്ചെ അറസ്റ്റ് ചെയ്തത്. ചന്ദന മോഷണമടക്കം 8 കേസിൽ പ്രതിയാണ് അജ്മൽ. പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്ന ഇയാൾ ഈ കേസുകളിലെല്ലാം ജാമ്യത്തിലുമായിരുന്നു. മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് ഈ കേസിൽ അജ്മലിനെതിരെ ചുമത്തിയിരിക്കുന്നത്.